നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എംപിമാർ മത്സരിക്കേണ്ടെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശം നിലനിൽക്കെ മത്സരിക്കാൻ ആഗ്രഹിച്ച ചില എംപിമാർ രംഗത്തെത്തിയിട്ടുണ്ട്. വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ശശി തരൂർ എംപി. 2-3 എംപിമാർ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും അവരെ മത്സരിപ്പിക്കുന്നതിൽ തെറ്റില്ല എന്നുമായിരുന്നു തരൂർ ദേശീയ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് നേതൃത്വമാണെന്നും അദ്ദേഹം പറഞ്ഞു. എംപിമാർ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ MK രാഘവനും രാജ്മോഹൻ ഉണ്ണിത്താനും തരൂരും പ്രതിഷേധം അറിയിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിലുൾപ്പെടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചില്ല എന്നാണ് ഇവരുടെ വാദം. UDFന്റെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം 4:30 മാറ്റിയിട്ടുണ്ട്. അതേസമയം 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ്. 37 സീറ്റുകളിൽ കൂടി ഇന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. ഇന്നലെ 55 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ തുടരുന്ന സാഹചര്യത്തിലാണ് പട്ടിക പുറത്തുവിടാൻ വൈകുന്നത്. ഇന്നലെ രാത്രിയും മാരത്തോൺ ചർച്ചകൾ ഡൽഹിയിൽ നടന്നു. ഇന്ന് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗവും തുടർന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയും യോഗം ചേർന്ന് അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനാണ് തീരുമാനം. അതേസമയം കണ്ണൂരിൽ മത്സരിക്കുമെന്ന കടുംപിടുത്തത്തിലാണ് K. സുധാകരൻ. അദ്ദേഹം ഡൽഹിയിൽ മാധ്യമങ്ങളെ കണ്ട് നിലപാട് അറിയിച്ചേക്കും. മത്സരിക്കുമെന്ന നിലപാടിൽ നിന്നും പിന്നോട്ടില്ല എന്നാണ് സുധാകരന്റെ തീരുമാനം. കൂടാതെ MPമാരായ K. സുധാകരനും അടൂർ പ്രകാശിനും മത്സരിക്കാൻ ഹൈക്കമാൻഡ് ഇളവ് നൽകാൻ ഇടയുണ്ടെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. അനുമതി ലഭിക്കുകയാണെങ്കിൽ സുധാകരൻ കണ്ണൂരിലും അടൂർ പ്രകാശ് കോന്നിയിലും സ്ഥാനാർത്ഥികളാകും. നിലവിലുള്ള MPമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട എന്നായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട്. എന്നാൽ മത്സരിക്കാൻ ഉറച്ച K. സുധാകരൻ നിലപാടെടുത്തതോടെയാണ് പ്രതിസന്ധി രൂപപ്പെട്ടത്. മത്സരത്തിനായുള്ള നടപടികൾ ആരംഭിച്ച K. സുധാകരൻ കേരള ഹൗസിൽ നിന്ന് ബാധ്യതാരഹിത സർട്ടിഫിക്കറ്റിനായി അപേക്ഷ നൽകുകയും ചെയ്തിരുന്നു. അടൂർ പ്രകാശ് ഇതിനു മുമ്പ് തന്നെ സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കിയിരുന്നു. മത്സരിക്കാനുള്ള ഇരുവരുടെയും ഉറച്ച നിലപാടാണ് ഹൈക്കമാൻഡിനെ ഇളവ് പരിഗണിക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് വിവരം.